എല്ലാവർക്കും നമസ്കാരം. ഇത് പൊന്നിൻ ചിങ്ങമാസം. ഈ ചിങ്ങമാസം 1-ാം തീയതിയാണ് നമ്മൾ കർഷക ദിനമായി നമ്മൾ മലയാളികൾ ആഘോഷിച്ചത്. വിവിധ പഞ്ചായത്തുകളുടെയും കൃഷിഭവൻ്റെയും കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ വിപുലമായ ഒരുക്കങ്ങളോടെ കർഷക ദിനം നമ്മൾ ആഘോഷിച്ചത്. ഈ കർഷക ദിനത്തിൽ നമ്മൾ ചർച്ചകളുണ്ടായിരുന്നു, സെമിനാറുകളുണ്ടായിരുന്നു, കർഷക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഉച്ചയായപ്പോൾ നമ്മളെല്ലാവരും ആഘോഷമായിട്ട് നല്ലൊരു വിഭവസമൃദ്ധമായ സദ്യ നമ്മളെല്ലാവരും പായസമെല്ലാം കൂട്ടി കഴിച്ചു. സന്തോഷമായി എല്ലാവരും ചർച്ചകൾ കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പോയി. എന്നാൽ ഈ ചർച്ചകളിലും ഈ സദ്യയിലും നമ്മൾ മറന്നുപോയോ എന്ന് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. സദ്യയ്ക്ക് ഉപയോഗിച്ചിരുന്ന അരി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതായിരുന്നു. ആ സദ്യയ്ക്ക് ഉപയോഗിച്ച കറികളിൽ ഉപയോഗിച്ച പച്ചക്കറികൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതായിരുന്നു. കർഷക ദിനത്തിൽ നമ്മുടെ കർഷക ദിനത്തിൽ നമ്മൾ കൃഷിഭവനുകളും നമ്മുടെ പഞ്ചായത്തുകളും അക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെയല്ല, ഇത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറികളാണ് ഉപയോഗിച്ചതെങ്കിൽ, അരിയാണ് ഉപയോഗിച്ചതെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അരിയും കൊണ്ട് ഒരു കർഷക ദിനം ആഘോഷിക്കാൻ കഴിയുക എന്നത് നമ്മളൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടിയിരുന്നില്ലേ? അത്തരം ഒരു സെമിനാറുകളും ആ സെമിനാറുകളിലും ചർച്ചകളിലും ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരേണ്ടിയിരുന്നില്ലേ? അത് നമുക്കൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് അടുത്ത വർഷമെങ്കിലും നമ്മളങ്ങനെ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരിയും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു കർഷക ദിനം ആഘോഷിക്കും എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് എടുക്കാം. ആ ദൃഢനിശ്ചയത്തിലേക്ക് നമ്മൾ ഈ നാട്ടിലുള്ള ഓരോ കർഷക സുഹൃത്തുക്കളും വളരട്ടെ, ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.